മനുഷ്യൻ്റെ കൂട്ടായ്മ സാധാരണ ജീവികളുടെ കൂട്ടായ്മ പോലെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നിരർത്ഥകമായ ജീവിതവുമല്ല. അപ്പം ആ ജീവിതം നിയമത്തിനോടൊത്ത് കൃത്യമായിരിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന, നീതിയില്ലാത്ത, അധാർമികമായ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയവരല്ല മനുഷ്യർ തന്നെ. മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൊള്ളുന്നവൻ കൊള്ളാത്തവൻ രണ്ട് ഇനത്തിലേക്ക് മനുഷ്യൻ വേർതിരിയും. മനുഷ്യേതര വസ്തുക്കളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നീതിയും സത്യവും എല്ലാം വെച്ച് പ്രവർത്തിക്കേണ്ട മനുഷ്യജീവിതം നന്നാവണമെങ്കിൽ എവിടെങ്കിലും ഒരു മേഖലയിൽ പോരാ, എല്ലായിടത്തും ആ നന്മയും ആ വിശുദ്ധിയും ആ വിശാലതയും കാണണം.